പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമസ്കാരം. +1 തുല്യത ഇംഗ്ലീഷ് പരീക്ഷയിൽ നമുക്ക് പഠിക്കാനുള്ള പാഠപുസ്തകത്തിൽ 5 യൂണിറ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ 5 യൂണിറ്റുകൾ പാത്സ് ഓഫ് ഗ്ലോറി, മഹത്വത്തിൻ്റെ പാതകൾ എന്ന ഒന്നാമത്തെ യൂണിറ്റിൽ ഒരു ജീവചരിത്രവും ഒരു ലേഖനവും ഒരു കവിതയുമാണ് ആകെയുള്ളത്. രണ്ടാമത്തെ യൂണിറ്റിൽ ഷ്രീക്സ് ഓഫ് ലോഫർ, ചിരിയുടെ അലർച്ചകൾ എന്ന രണ്ടാമത്തെ യൂണിറ്റിൽ ഒരു നാടകവും ഒരു എസ്സേയും ഒരു കവിതയും കൂടി ഉൾക്കൊള്ളുന്നു. മൂന്നാമത്തെ യൂണിറ്റിൽ ലോറസ് ഓഫ് ലവ്, സ്നേഹത്തിൻ്റെ കഥകൾ എന്ന ഈ യൂണിറ്റിൽ ഒരു ഓർമ്മക്കുറിപ്പും ഒരു ചെറുകഥയും ഒരു കവിതയുമാണ് ഉള്ളത്. നാലാമത്തെ യൂണിറ്റിൽ സ്ട്രെയിൻസ് ഓഫ് എഗണി എന്ന യൂണിറ്റിൽ ആഘാതത്തിൻ്റെ സമ്മർദ്ദങ്ങൾ എന്ന ഈ നാലാമത്തെ യൂണിറ്റിൽ 2 ചെറുകഥകളും ഒരു കവിതയുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അവസാന യൂണിറ്റായിട്ടുള്ള മീഡിയേഷൻ ഓഫ് വിഷ്വൽസ്, ദൃശ്യങ്ങളുടെ മധ്യസ്ഥത എന്ന യൂണിറ്റിൽ ഒരു എസ്സേയും ഒരു ലേഖനവുമാണ് ആകെയുള്ളത്. ഇങ്ങനെ 5 യൂണിറ്റുകളിലായിട്ട് ഉള്ള നമ്മുടെ പാഠഭാഗം വളരെ വ്യക്തതയോടുകൂടി നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ ചോദ്യോത്തരങ്ങളും ഗ്രാമറുകളും അതുപോലെ തന്നെ മറ്റു എല്ലാ സംവിധാനങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് BSR എഡ്യൂടെക് എന്ന എൻ്റെ ഈ ചാനലിൽ കൂടി കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് ക്ലാസ് നൽകുന്നതായിരിക്കും. യൂണിറ്റ് 1 പാത്സ് ഓഫ് ഗ്ലോറി, മഹത്വത്തിൻ്റെ പാതകൾ. This unit contains 2 prose texts and a poem which highlight the importance of having aspirations in life. This unit contains, ഈ യൂണിറ്റ് ഉൾക്കൊള്ളുന്നു, അടങ്ങിയിരിക്കുന്നു 2 prose texts, 2 ഗദ്യഭാഗങ്ങളും and a poem, ഒരു കവിതയും. which highlight, ഇത് സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ എടുത്തു കാണിക്കുന്നു, അടങ്ങിയിരിക്കുന്നു the importance of having aspirations in life, ജീവിത അഭിലാഷങ്ങളുടെ പ്രാധാന്യം, അതാണ് ഇവിടെ ഉൾക്കൊള്ളുന്നത്, അടങ്ങിയിട്ടുള്ളത് ഈ യൂണിറ്റിൽ. Everyone has a strong desire to be successful, വിജയിക്കുവാനുള്ള ശക്തമായ ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും. ബട്ട് ഇഫ് വൺ ലാക്സ് ഓഫ് ഡ്രീം, സ്വപ്നം കാണാനുള്ള കുറവുകൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, ഡിറ്റർമിനേഷൻ, ഉറച്ച തീരുമാനം കുറവുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ, വിൽ പവർ, ഇച്ഛാശക്തി ഇല്ലെങ്കിൽ, ആൻഡ് പെർസിവറൻസ് ടു ഓവർകം ഹഡിൽസ്, തടസ്സങ്ങൾ തരണം ചെയ്യാനുള്ള സ്ഥിരോത്സാഹം, സ്ഥിരത കുറവുണ്ടെങ്കിൽ, വൺ മേ നോട്ട് സ്കെയിൽ, ഒരാൾക്കും കയറാൻ സാധിക്കില്ല ദ ലാഡർ ഓഫ് സക്സസ്, വിജയത്തിൻ്റെ ഏണിപ്പടികൾ. It is hard work combined with an unflinching desire to be an achiever that leads one to greater realms of glory. It is hard work, ഇത് കഠിനാധ്വാനത്തിൻ്റെ combined with an unflinching desire, ശക്തമായ അചഞ്ചലമായ ആഗ്രഹത്തോടെയുള്ള ഒരു കഠിനാധ്വാനമാണ്. ടു ബി ആൻ അച്ചീവർ, ഒരു നേട്ടക്കാരനാവാനുള്ള. ദാറ്റ് ലീഡ്സ് വൺ ടു ഗ്രേറ്റ് റിലംസ് ഓഫ് ഗ്ലോറി, മഹത്വത്തിൻ്റെ മഹത്തായ മേഖലയിലേക്ക് ഒരു നേട്ടക്കാരനാവാനുള്ള അചഞ്ചലമായ ആഗ്രഹത്തോടെയുള്ള കഠിനാധ്വാനമാണ് ഈ യൂണിറ്റിൽ
പ്രതിപാദിക്കുന്നത്. In this unit, you will come across an extract from Helen Keller's autobiography, The Story of My Life. എൻ്റെ ജീവിതകഥ എന്ന ഹെലൻ കെല്ലറുടെ ആത്മകഥയിലെ ഒരു ഭാഗം നമുക്കിവിടെ പ്രതിപാദിക്കുന്നുണ്ട്. An article, ഒരു ലേഖനമുണ്ട്, ഓൺ ദ ബിൽഡിംഗ് ഓഫ് ബ്രിഡ്ജ്, ഒരു പാലത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം, ടൈറ്റിൽഡ് ദ സ്റ്റോറി ഓഫ് ബ്രൂക്ലിൻ ബ്രിഡ്ജ്, ബ്രൂക്ലിൻ ബ്രിഡ്ജിൻ്റെ കഥ എന്നാണ് അതിൻ്റെ പേര്. മൂന്നാമതായിട്ട് ആൻഡ് എ പോയം, ഒരു കവിതയാണ്, ബൈ മാർഗരറ്റ് എയ്റ്റ്വുഡ്, മാർഗരറ്റ് എയ്റ്റ്വുഡിൻ്റെ, ടൈറ്റിൽഡ് എ പുവർ വുമൺ ലേൺസ് ടു റൈറ്റ്, ഒരു പാവപ്പെട്ട സ്ത്രീ എഴുതാൻ പഠിക്കുന്ന മാർഗരറ്റ് എയ്റ്റ്വുഡിൻ്റെ ഒരു കവിതയാണ് മൂന്നാമതായിട്ടുള്ളത്. പാഠഭാഗത്തേക്ക് കടക്കുന്നതിന് മുന്നേ ഓഥറെക്കുറിച്ചുള്ള ഒരു ഭാഗം നൽകിയിട്ടുണ്ട്, അത് പരിശോധിക്കാം. ഹെലൻ കെല്ലർ 1880 to 1968 is remembered as an advocate for people with disabilities. അദ്ദേഹത്തെ ഓർക്കുന്നത് ആസ് ആൻ അഡ്വക്കേറ്റ്, ഒരു വക്കീലായിട്ടാണ്, ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ്, വൈകല്യമുള്ള ആളുകൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഹെലൻ കെല്ലറെ ഓർക്കുന്നത്. ഷി വാസ് ബോൺ ഇൻ അലബാമ, അമേരിക്ക. അമേരിക്കയിലെ അലബാമയിലാണ് ഹെലൻ കെല്ലർ ജനിച്ചത്. ഷീ ബിക്കെയിം ഡെഫ് ആൻഡ് ബ്ലൈൻഡ് വെൻ ഷീ വാസ് 19 months. ഹെലൻ കെല്ലർക്ക് 19 മാസം പ്രായമുള്ളപ്പോഴാണ് അവൾ ബധിരയും അതുപോലെ അന്ധയുമായിട്ടുള്ളത്. ഹെലൻ ലേൺഡ് ടു കമ്മ്യൂണിക്കേറ്റ്, ആശയവിനിമയം ഹെലൻ കെല്ലർ പഠിച്ചത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹർ ടീച്ചർ, അവളുടെ ടീച്ചറുടെ സഹായത്തോടു കൂടിയാണ്. ടീച്ചറുടെ പേര് ആനി സള്ളിവൻ. ഷി വാസ് ഓതേർഡ്, ഹെലൻ കെല്ലർ രചിച്ചിട്ടുണ്ട് 12 books, 12 ബുക്കുകൾ, ആൻഡ് ന്യൂമറസ് ആർട്ടിക്കിൾസ്, ധാരാളം അനേകം ലേഖനങ്ങൾ, ഇൻക്ലൂഡിങ് ഹർ ഓട്ടോബയോഗ്രഫി, അവരുടെ ആത്മകഥ ഉൾപ്പെടെ. ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ്, എൻ്റെ ജീവിതകഥ, റിട്ടൺ അറ്റ് ദ ഏജ് ഓഫ് 22. ഹെലൻ കെല്ലറുടെ 22ാമത്തെ വയസ്സിലാണ് ഈ ഓട്ടോബയോഗ്രഫി, ജീവിതകഥ, ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എഴുതുന്നത്. ഇൻ 1984, 1984 ഹർ ലൈഫ് സ്റ്റോറി, അവളുടെ ജീവിതകഥ, വാസ് മെയ്ഡ് ഇൻ ടു എ മൂവി, ഒരു സിനിമയാക്കിയിട്ടുണ്ട്. അതിൻ്റെ പേര് ദ മിറാക്കിൾ കണ്ടിന്യൂസ്. ഇതാണ് ഓഥറെക്കുറിച്ചുള്ള വിവരണം. ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ്, എൻ്റെ ജീവിത കഥ. ഹെലൻ കെല്ലർ ബിക്കെയിം ഡെഫ്, ഡംബ് ആൻഡ് ബ്ലൈൻഡ് വെൻ ഷീ വാസ് വെരി യങ്. ഹെലൻ കെല്ലർ ബധിരയും മൂകയും അന്ധയുമായത് വളരെ ചെറുപ്പത്തിലാണ്. ഷി വാസ് വെരി യങ്, വളരെ ചെറുതായിരിക്കുമ്പോഴാണ്. നെവർത്തലെസ്, എന്നിട്ടും ഷീ സ്ട്രഗിൾഡ് എ ലോട്ട് ടു അക്കംപ്ലിഷ് ഗോൾസ് ഇൻ ഹർ ലൈഫ്. അവൾ പോരാടി എ ലോട്ട് ടു അക്കംപ്ലിഷ്, പൂർത്തീകരിക്കുന്നതിന് വേണ്ടി, ഗോൾസ് ഇൻ ഹർ ലൈഫ്, അവളുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ. ലെറ്റ്സ് സീ, നമുക്ക് കാണാം, ഹൗ ഷീ ടോക്സ് അബൌട്ട് ഹർ ലൈഫ് ഫ്രം ഹർ ഓൺ എക്സ്പീരിയൻസസ്. ഹെലൻ കെല്ലറുടെ സ്വന്തം അനുഭവത്തിൽ നിന്ന് എങ്ങനെയാണ് അവർ സംസാരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാം. ഇറ്റ് ഈസ് വിത്ത് എ കൈൻഡ് ഓഫ് ഫിയർ ദാറ്റ് ഐ ബിഗിൻ ടു റൈറ്റ് ദ ഹിസ്റ്ററി ഓഫ് മൈ ലൈഫ്.
ഇറ്റ് ഈസ് വിത്ത് എ കൈൻഡ് ഓഫ് ഫിയർ. ഒരു തരത്തിലുള്ള ഭയത്തോടു കൂടിയാണ്. ഐ ബിഗിൻ ടു റൈറ്റ്, ഞാൻ എഴുതാൻ തുടങ്ങുന്നത്. ദ ഹിസ്റ്ററി ഓഫ് മൈ ലൈഫ്, എൻ്റെ ജീവചരിത്രം. ഐ ഹാവ് ആസ് ഇറ്റ് വെയർ എ സൂപ്പർസ്റ്റിഷ്യസ് ഹെസിറ്റേഷൻ ഇൻ ലിഫ്റ്റിംഗ് ദ വെയിൽ ദാറ്റ് ക്ലിങ്സ് അബൌട്ട് മൈ ചൈൽഡ്ഹുഡ് ലൈക്ക് എ ഗോൾഡൻ മിസ്റ്റ്. ഐ ഹാവ്, എനിക്കുണ്ട്, ആസ് ഇറ്റ് വെയർ ഇവിടെ, എ സൂപ്പർസ്റ്റീഷ്യസ് ഹെസിറ്റേഷൻ, അന്ധവിശ്വാസത്തോടെയുള്ള ഒരു വിമുഖത അല്ലെങ്കിൽ ഒരു മടി. ഇൻ ലിഫ്റ്റിംഗ് ദ വെയിൽ, മൂടുപടം ഉയർത്തുന്നതിൽ, മുഖാവരണം ആവരണം ഉയർത്തുന്നതിൽ. ദാറ്റ് ക്ലിങ്സ്, ആ മുഖാവരണം തൂങ്ങിക്കിടക്കുകയാണ് അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. എബൌട്ട് മൈ ചൈൽഡ്ഹുഡ്, എൻ്റെ കുട്ടിക്കാലത്തോട്. ലൈക്ക് എ ഗോൾഡൻ മിസ്റ്റ്, ഒരു സ്വർണ്ണ മൂടൽമഞ്ഞ് പോലെ. എൻ്റെ കുട്ടിക്കാലത്തോട് ഒരു സ്വർണ്ണ മൂടൽമഞ്ഞ് പോലെ ചേർന്ന് നിൽക്കുന്ന മൂടുപടം, എൻ്റെ മുഖാവരണം ഉയർത്തുന്നതിൽ എനിക്ക്, തുറന്നു കാണിക്കുന്നതിൽ എനിക്ക് അന്ധവിശ്വാസത്തോടെയുള്ള ചില മടി, വിമുഖത ഉണ്ട്. ദി ടാസ്ക് ഓഫ് റൈറ്റിംഗ് ആൻ ഓട്ടോബയോഗ്രഫി ഈസ് എ ഡിഫിക്കൽട്ട് വൺ. ഓട്ടോബയോഗ്രഫി എഴുതുക എന്നുള്ള കൃത്യം ഈസ് എ ഡിഫിക്കൽട്ട് വൺ, വളരെ പ്രയാസം നിറഞ്ഞതാണ്. വെൻ ഐ ട്രൈ ടു ക്ലാസിഫൈ മൈ ഏർലിയസ്റ്റ് ഇംപ്രഷൻസ്, ഐ ഫൈൻഡ് ദാറ്റ് fact and fancy look alike across the years that link the past with the present. When I try to classify my earliest impressions, എൻ്റെ തുടക്കത്തിലെ ആദ്യകാല തോന്നലുകൾ തരംതിരിക്കുമ്പോൾ, ഐ ഫൈൻഡ് ദാറ്റ്, ഞാൻ കണ്ടെത്തി, ഫാക്റ്റ് ആൻഡ് ഫാൻസി, വസ്തുതയും തോന്നലുകളും, ലുക്ക് അലൈക്ക്, ഒരുപോലെ, അക്രോസ് ദ ഇയേഴ്സ്, വർഷങ്ങളിലുടനീളം, ദാറ്റ് ലിങ്ക് ദ പാസ്റ്റ് വിത്ത് ദ പ്രസൻറ്റ്, ഭൂതകാലത്തെ വർത്തമാനകാലവുമായി ബന്ധിപ്പിക്കുന്ന, വർഷങ്ങളിലുടനീളം വസ്തുതയും തോന്നലുകളും ഒരുപോലെ കാണാനായിട്ട് സാധിച്ചു, ഒരുപോലെ തോന്നി. ദ വുമൺ പെയിൻസ് ദ ചൈൽഡ്സ് എക്സ്പീരിയൻസസ് ഇൻ ഹർ ഓൺ ഫാൻറ്റസി. ദ വുമൺ പെയിൻസ്, സ്ത്രീ വരച്ചിടുകയാണ്. ദ ചൈൽഡ്സ് എക്സ്പീരിയൻസസ്, കുട്ടിയുടെ അനുഭവങ്ങൾ, ഇൻ ഹർ ഓൺ ഫാൻറ്റസി, അവളുടെ സ്വന്തം ഭാവനയിൽ. എ ഫ്യൂ ഇംപ്രഷൻസ് സ്റ്റാൻഡ് ഔട്ട് vividly from the first years of my life, but the shadows of the prison house are on the rest. A few impressions, ചില തോന്നലുകൾ, സ്റ്റാൻഡ് ഔട്ട്, മുന്നിട്ട് നിൽക്കുന്നു, വിവിഡ്ലി, ക്ലിയറായിട്ട്, വളരെ വ്യക്തതയോടെ, ഫ്രം ദ ഫസ്റ്റ് ഇയേഴ്സ് ഓഫ് മൈ ലൈഫ്, എൻ്റെ ആദ്യകാല ജീവിതത്തിൽ നിന്ന്, ചെറുപ്പകാലത്തെ അനുഭവത്തിൽ കുറച്ച് സംഭവങ്ങൾ വളരെ വ്യക്തതയോടുകൂടി തോന്നലുകൾ മുന്നിട്ട് നിൽക്കുന്നു. ബട്ട് ദ ഷാഡോസ് ഓഫ് ദി പ്രിസൺ ഹൗസ് ആർ ഓൺ ദി റെസ്റ്റ്, ബാക്കിയുള്ളവ തടവറയിലെ നിഴലുകളായി നിൽക്കുന്നു. Besides, many of the joys and sorrows of childhood have lost their poignancy. കൂടാതെ many of the joys, ധാരാളം സന്തോഷങ്ങളും, ആൻഡ് സോറോസ്, ദുഃഖങ്ങളും, ഓഫ് ചൈൽഡ്ഹുഡ്, കുട്ടിക്കാലത്തെ, ഹാവ് ലോസ്റ്റ് ദെയർ പോയിനൻസി, അതിൻ്റെ മൂർച്ച, കർക്കശ്യം, തീവ്രത
നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ആൻഡ് മെനി ഇൻസിഡൻസ് ഓഫ് വൈറ്റൽ ഇമ്പോർട്ടൻസ് in my early education have been forgotten in the excitement of great discoveries. And many incidents, ധാരാളം സംഭവങ്ങൾ ഓഫ് വൈറ്റൽ ഇമ്പോർട്ടൻസ്, വളരെ പ്രധാനപ്പെട്ട, ഇൻ മൈ ഏർലി എഡ്യൂക്കേഷൻ, എൻ്റെ ആദ്യകാല വിദ്യാഭ്യാസത്തിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ ഹാവ് ബീൻ ഫോർഗോട്ടൻ, മറന്നുപോയിട്ടുണ്ട്. ഇൻ ദ എക്സൈറ്റ്മെൻറ്റ് ഓഫ് ഗ്രേറ്റ് ഡിസ്കവറീസ്, മഹത്തായ കണ്ടുപിടുത്തത്തിൻ്റെ സന്തോഷത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ, എൻ്റെ ആദ്യകാല വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങൾ മറന്നുപോയിട്ടുണ്ട്. ഇൻ ഓർഡർ therefore not to be tedious, I shall try to present in a series of sketches only the episodes that seem to me to be the most interesting and important. In order, അതുപോലെ തന്നെ therefore not to be tedious, നിങ്ങളെ ബോറടിപ്പിക്കാതിരിക്കാൻ, I shall try, ഞാൻ ശ്രമിക്കും, to present in a series of sketches only the episodes, ഓരോ സംഭവങ്ങളും വളരെ ആസൂത്രിതമായി പരമ്പരയായി അവതരിപ്പിക്കാൻ ഞാൻ ശ്രമിക്കും. That seem to me to be the most interesting and important, എനിക്ക് വളരെ രസകരവും വളരെ പ്രധാനപ്പെട്ടതുമായ സംഭവങ്ങൾ തോന്നിയ സംഭവങ്ങൾ, ഓരോ സംഭവങ്ങളും വളരെ കൃത്യതയോടെ പരമ്പരയായി നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ, നിങ്ങളെ ബോറടിപ്പിക്കാതെ പ്രസൻറ്റ് ചെയ്യാൻ ഞാൻ ശ്രമിക്കും. I was born on June 27, 1880 in Tuscumbia, a little town of northern Alabama. I was born on June 27. ജൂൺ 27-നാണ് ഞാൻ ജനിച്ചത്. 1880-ൽ ടെസ്കംബിയ, എ ലിറ്റിൽ ടൗൺ, ഒരു ചെറിയ പട്ടണത്തിൽ, ഓഫ് നോർത്തേൺ അലബാമ, വടക്കേ അലബാമയിലെ ചെറിയ ഒരു പട്ടണത്തിലെ ടെസ്കംബിയ എന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചത്. മൈ ഫാമിലി ഓൺ മൈ ഫാദേഴ്സ് സൈഡ് ഈസ് ഡിസെൻഡഡ് ഫ്രം കാസ്പർ കെല്ലർ, a native of Switzerland who settled in Maryland. മേരിലാൻഡിൽ സ്ഥിരതാമസമാക്കിയ, സെറ്റിൽഡ് ആയിട്ടുള്ള സ്വിറ്റ്സർലൻഡ് സ്വദേശിയായ കാസ്പർ കെല്ലറുടെ പിൻഗാമിയാണ് എൻ്റെ അച്ഛൻ്റെ ഭാഗത്തുനിന്നുള്ള കുടുംബം. മൈ ഫാദർ ആർതർ എച്ച് കെല്ലർ വാസ് എ ക്യാപ്റ്റൻ ഇൻ ദ കോൺഫെഡറേറ്റ് ആർമി, and my mother Kate Adams was his second wife and many years younger. My father, എൻ്റെ അച്ഛൻ ആർതർ എച്ച് കെല്ലർ, വാസ് എ ക്യാപ്റ്റൻ ആയിരുന്നു. ഇൻ ദ കോൺഫെഡറേറ്റ് ആർമി, സഖ്യകക്ഷി സൈന്യത്തിലെ ക്യാപ്റ്റൻ ആയിരുന്നു എൻ്റെ അച്ഛൻ ആർതർ എച്ച് കെല്ലർ. ആൻഡ് മൈ മദർ, എൻ്റെ അമ്മ കേറ്റ് ആഡംസ് ആയിരുന്നു എൻ്റെ അമ്മ. വാസ് ഹിസ് സെക്കൻഡ് വൈഫ്, ആർതർ എച്ച് കെല്ലറുടെ സെക്കൻഡ് വൈഫ്, രണ്ടാം ഭാര്യയായിരുന്നു. ആൻഡ് മെനി ഇയേഴ്സ് യങ്ങർ, വളരെ ചെറുപ്പക്കാരിയും ആയിരുന്നു, വളരെ പ്രായത്തിന് വളരെ ചെറുപ്പവുമായിരുന്നു എൻ്റെ അമ്മ. ഐ ലീവ്ഡ് അപ്പ് ടു ദ ടൈം ഓഫ് ദി ഇൽനസ് ദാറ്റ് ഡിപ്രൈവ്ഡ് മീ ഓഫ് മൈ സൈറ്റ് ആൻഡ് ഹിയറിംഗ്. ഐ ലീവ്ഡ്, ഞാൻ ജീവിച്ചു, അപ് ടു ദ ടൈം ഓഫ് ദി ഇൽനസ്, അസുഖത്തിൻ്റെ കാലം വരെ, ദാറ്റ് ഡിപ്രൈവ്ഡ് മീ, എനിക്ക് നഷ്ടപ്പെട്ട, ഓഫ് മൈ സൈറ്റ് ആൻഡ് ഹിയറിംഗ്, എൻ്റെ കേൾവിയും കാഴ്ചയും എനിക്ക് നഷ്ടപ്പെട്ട അസുഖത്തിൻ്റെ കാലം വരെ ഞാൻ അവിടെ ജീവിച്ചു. ഇൻ എ ടൈനി ഹൗസ് consisting of a large square room and a small one. അതൊരു ചെറിയ വീടാണ്,
കൺസിസ്റ്റിംഗ് അത് അടങ്ങുന്ന ഓഫ് എ ലാർജ് സ്ക്വയർ റൂം, ഒരു വലിയ ചതുരമുറിയും ആൻഡ് എ സ്മോൾ വൺ, ഒരു ചെറിയ മുറിയുമാണ് ആകെ ആ വീടിനുള്ളത്. ഇൻ വിച്ച് ദ സെർവൻറ്റ് സ്ലെപ്റ്റ്, അവിടെയാണ് സെർവൻറ്റ് ഉറങ്ങിയിരുന്നത്. ഇറ്റ് ഈസ് എ കസ്റ്റം ഇൻ ദ സൗത്ത് ടു ബിൽഡ് എ സ്മോൾ ഹൗസ് നിയർ ദ ഹോംസ്റ്റെഡ് ആസ് ആൻ അനക്സ് ടു ബി യൂസ്ഡ് ഓൺ ഒക്കേഷൻസ്. ഇറ്റ് ഈസ് എ കസ്റ്റം, ഇതൊരു രീതിയാണ്. ഇൻ എ സൗത്തിൽ, അമേരിക്കയിൽ സൗത്തിൽ, ടു ബിൽഡ് എ സ്മോൾ ഹൗസ്, ഒരു ചെറിയ വീട് നിർമ്മിക്കുക എന്നുള്ളത് ഒരു പ്രത്യേക രീതിയാണ്, ആചാരമാണ്. നിയർ ദ ഹോംസ്റ്റെഡ്, തറവാടിൻ്റെ തൊട്ടടുത്തായിട്ട്. ആസ് ആൻ അനക്സ്, ഒരു ഉപഗ്രഹം, ഔട്ട് ഹൗസ് പോലെ. ടു ബി യൂസ്ഡ് ഓൺ എ ഒക്കേഷൻസ്, ചില അവസരങ്ങളിൽ ഉപയോഗിക്കാനായിട്ട് ഇങ്ങനെയൊരു വീടുണ്ടാക്കുന്ന സ്വഭാവം സാധാരണയാണ്, രീതിയാണ്. Such a house my father built after the Civil War, and when he married my mother and went to live in it. Such a house, അത്തരത്തിലൊരു വീട്, മൈ ഫാദർ ബിൽറ്റ്, എൻ്റെ അച്ഛൻ നിർമ്മിച്ചിരുന്നു. ആഫ്റ്റർ ദ സിവിൽ വാർ, ആഭ്യന്തര യുദ്ധത്തിന് ശേഷം. ആൻഡ് വെൻ ഹി മാരീഡ്, ആ സമയത്ത് അദ്ദേഹം വിവാഹം ചെയ്തു മൈ മദർ, എൻ്റെ അമ്മയെ. ദേ വെൻറ്റ് ടു ലീവ് ഓൺ ഇറ്റ്, അവിടെ താമസിക്കാൻ തുടങ്ങി. ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി കവേർഡ് വിത്ത് വൈൻസ്, ക്ലൈംബിംഗ് റോസസ് ആൻഡ് ഹണി സക്കിൾസ്. ഈ വീട് കംപ്ലീറ്റ്ലി കവേർഡ്, മുഴുവനായിട്ടും കവർ ചെയ്തിട്ടുണ്ട്, വിത്ത് വൈൻസ്, വൈൻ ചെടികൾ. ക്ലൈംബിംഗ് റോസ്, പടർന്നു കയറുന്ന ഒരു തരം റോസാ ചെടികൾ. ആൻഡ് ഹണി സക്കിൾസ്, പടർന്നു കയറുന്ന മറ്റൊരു വള്ളിച്ചെടിയാണ്, തൂക്കുചെത്തി എന്ന് പറയുന്ന ഒരു തരം ചെടിയാണ്. അതും ഇവിടെ വളർന്ന് പടർന്ന് പന്തലിച്ചിട്ടുണ്ട്. ഫ്രം ദ ഗാർഡൻ ഇറ്റ് ലുക്ക്ഡ് ലൈക്ക് ആൻ ആർബർ. പൂന്തോട്ടത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ലുക്ക്ഡ്, ഇത് കാണാൻ സാധിക്കുന്നത് ലൈക്ക് ആൻ ആർബർ, ഒരു വള്ളിക്കുടിൽ പോലെയാണ് തോന്നുക. ദ ലിറ്റിൽ പോർച്ച് വാസ് ഹിഡൻ ഫ്രം വ്യൂ ബൈ എ സ്ക്രീൻ ഓഫ് യെല്ലോ റോസസ് ആൻഡ് സദേൺ സ്പിലാക്സ്. ദ ലിറ്റിൽ പോർച്ച് വാസ് ഹിഡൻ, ആ ചെറിയ വീടിൻ്റെ ചെറിയൊരു പോർച്ചുണ്ട്, അത് മറച്ചിരുന്നു. ഫ്രം വ്യൂ ബൈ എ സ്ക്രീൻ, അതിൻ്റെ ആ വീട്ടിലേക്കുള്ള കാഴ്ച. ബൈ എ സ്ക്രീൻ, ഒരു മറ കൊണ്ട്. ഓഫ് യെല്ലോ റോസസ്, മഞ്ഞ റോസാപ്പൂക്കളും. ആൻഡ് സദേൺ സ്മിലാക്സ്, ഒരു തരം വള്ളിച്ചെടികൾ ആയിരുന്നു അവിടെ ആകെ ആ കാർ പോർച്ച് മറച്ചിരുന്നു. ഇറ്റ് വാസ് ദ ഫേവറേറ്റ് ഹോണ്ട് ഓഫ് ഹമ്മിങ് ബേർഡ്സ് ആൻഡ് ബീസ്. വളരെ പ്രിയപ്പെട്ട ഒരു കേന്ദ്രമായിരുന്നു. ആർക്കൊക്കെ? ഓഫ് ഹമ്മിങ് ബേർഡ്സ്, മൂളുന്ന പക്ഷികളും. ആൻഡ് ബീസ്, തേനീച്ചകളുടെയും വിഹാര കേന്ദ്രമായിരുന്നു ഇവിടം. ദ കെല്ലർ ഹോംസ്റ്റെഡ് വേർ ദ ഫാമിലി ലിവ്ഡ് വാസ് എ ഫ്യൂ സ്റ്റെപ്സ് ഫ്രം അവർ ലിറ്റിൽ റോസ് ബോവർ. ഹെലൻ കെല്ലറുടെ കുടുംബ വീട്, ഹോംസ്റ്റെഡ്, തറവാട്, കുടുംബ വീട്. വേർ ദ ഫാമിലി ലീവ്ഡ്, അവിടെയായിരുന്നു കുടുംബം താമസിച്ചിരുന്നത്. വാസ് എ ഫ്യൂ സ്റ്റെപ്സ് ഫ്രം അവർ ലിറ്റിൽ റോസ് ബോവർ, എൻ്റെ റോസാ കുടിലിൻ്റെ, വള്ളിക്കുടിലിൻ്റെ വളരെ അടുത്ത് തന്നെയായിരുന്നു കുടുംബം താമസിച്ചിരുന്ന തറവാട് വീട്. ഇറ്റ് വാസ് കോൾഡ് ഐവി ഗ്രീൻ, ഇതിനെ ഐവി ഗ്രീൻ എന്നാണ് വിളിച്ചിരുന്നത്. ബിക്കോസ് ദ ഹൗസ് ആൻഡ് ദ സറൗണ്ടിങ് ട്രീസ് ആൻഡ് ഫെൻസസ് വെയർ കവേർഡ് വിത്ത് ബ്യൂട്ടിഫുൾ ഇംഗ്ലീഷ് ഐവി. ഈ ഐവി ഗ്രീൻ എന്ന് വിളിക്കാൻ കാരണം ദ ഹൗസ് ആൻഡ് ദ സറൗണ്ടിങ്, വീടും അതിന് ചുറ്റുഭാഗത്തുള്ള ട്രീസ്, മരങ്ങളും,
ആൻഡ് ഫെൻസസ് മതിലുകളും വേർ കവേർഡ് വിത്ത് പടർന്ന് പിടിച്ചിരുന്നു ബ്യൂട്ടിഫുൾ ഇംഗ്ലീഷ് ഐവി വളരെ മനോഹരമായിട്ടുള്ള ഇംഗ്ലീഷ് ഐവി ചെടികളാൽ. ഇറ്റ്സ് ഓൾഡ് ഫാഷൻഡ് ഗാർഡൻ വാസ് ദ പാരഡൈസ് ഓഫ് മൈ ചൈൽഡ്ഹുഡ്. ഇറ്റ്സ് ഓൾഡ് ഫാഷൻഡ് ഗാർഡൻ വളരെ പുരാതനമായിട്ടുള്ള ഒരു പൂന്തോട്ടം. വാസ് ദ പാരഡൈസ് അതൊരു സ്വർഗമായിരുന്നു. ഓഫ് മൈ ചൈൽഡ്ഹുഡ് എൻ്റെ കുട്ടിക്കാലത്തെ എൻ്റെ ബാല്യകാലത്തെ ഒരു പാരഡൈസ് ആയിരുന്നു അതൊരു സ്വർഗമായിരുന്നു. ഓഫ് മൈ ചൈൽഡ്ഹുഡ് എൻ്റെ കുട്ടിക്കാലത്തെ എൻ്റെ ബാല്യകാലത്തെ ഒരു പാരഡൈസ് ആയിരുന്നു ഈ ഗാർഡൻ. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് ഇവിടെ വെച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ബാക്കി അടുത്ത പാർട്ടിൽ എടുക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.